നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താളിയാണ്. താളിയുടെ ഗുണങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മുടെ മുടിക്ക് ഉള്ളു തോന്നിക്കാനും ഷാമ്പൂന് പകരമായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് താളി. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെമ്പരത്തി ഇല പിച്ചി കൈ വെച്ച് പിഴിഞ്ഞാണ് എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതേപടി തേക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന താളിയിൽ ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാൻ വൈകിപ്പോയതാണോ ഇനി നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ അടുത്തോട്ടാണ്, ചെമ്പരത്തി മരത്തിൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ചെമ്പരത്തി, ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഇലകളിലെല്ലാം കുനുകുന കുത്തു വീണിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുഴു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഇലകൾ നോക്കി ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തം ഞാൻ പിച്ചിയ ഇലയിലും കുത്തു കാണുന്നുണ്ട്. പിന്നെ അങ്ങ് എടുത്ത്, അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തത്. ഇത്രയും മതി, എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും മതി. അപ്പോൾ അതും പിച്ചി വരുന്ന വഴിയിൽ ഒരു കറ്റാർ വാഴ കണ്ടു. എന്നാൽ പിന്നെ അതും കൂടി ഇരിക്കട്ടെന്ന് വിചാരിച്ചു. ഒരു വഴിക്ക് പോകുന്നതല്ലേ, നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്ത് നൽകാൻ കറ്റാർ വാഴയ്ക്കും കഴിയുമല്ലോ. എന്നാൽ പിന്നെ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 3 സാധനം എടുത്ത് മിക്സിയുടെ ജാറും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി ഇല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ പുഴുക്കൾ കാണും. പിന്നെ നമ്മുടെ പുറത്തൊക്കെ പറ്റിയാൽ പിന്നെ ചൊറിയാനല്ലേ സമയം കാണും. അതുകൊണ്ട് പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തു. കൂടെ നമ്മുടെ ചെമ്പരത്തി പൂ എടുത്ത് പിച്ചി അതിൻ്റെ അകത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ കറ്റാർ വാഴ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ പിച്ചാത്തി എടുത്ത് ചെത്താനുള്ള മടി കാരണം ഞാൻ അതിൻ്റെ തണ്ടും ജെല്ലും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടത്. കൈ വെച്ച് ഞെക്കി പീത്തി അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്. എന്നിട്ട് ഞാൻ മുമ്പ് ഇതൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ചെമ്പരത്തി ഇല മാത്രമേ കൈ വെച്ച് ഞവിടി അതിൻ്റെ താളി എടുത്ത് തലേ തേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സാധനം, സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഈ കഞ്ഞിവെള്ളമാണ്. ഒത്തിരി കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കാൻ അമ്മ ഒരു പൂക്കാലം തന്നെ എനിക്ക് തന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളത്തിന് പകരം കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ മുടിക്ക് നല്ല അടിപൊളി നമ്മുടെ മുടി വളരാനും സഹായിക്കും. അതുകൂടാതെ തന്നെ നമ്മളെ മുടി നല്ല മുള്ളില്ലാത്ത മുടിയാണെങ്കിൽ നല്ല കട്ടിയുള്ള മുടി പോലെ തോന്നിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തു, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വെള്ള തുണി എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാൻ മുമ്പ് അരിക്കാനുള്ള മടി കാരണം അരിക്കൊന്നുമില്ലായിരുന്നു, അതേപടി തലയിൽ തേക്കുമായിരുന്നു താളി ഉണ്ടാക്കിയിട്ട്. പക്ഷേ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂമും വൃത്തികേടാവും, നമ്മുടെ തലയിൽ ഇങ്ങനെ പൊടി പോലെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം വരത്തില്ല. അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ആ തുണിയിലിരിക്കുകയും ചെയ്യും. നമുക്കതിൻ്റെ ജെല്ല് മാത്രം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ജെല്ലാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചപ്പോൾ ചെക്കലൊന്ന് കൂടിപ്പോയെന്ന് തോന്നുന്നു, അതാണ് ഇത്രയും ലൂസായിട്ടിരിക്കുന്നത്. എന്നിട്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മുടി അങ്ങോട്ട് അഴിച്ചിട്ട് മുടിയിലോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മളിത് സെറ്റ് ചെയ്യുവാണ് മുടിയിൽ. ഒരു 10-15 മിനിറ്റോളം വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നാളെ ആയിരിക്കും കിട്ടുന്നത്. മുടി കാണാൻ നല്ല ഭംഗിയിലിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.